ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ഉരുളൻകിഴങ്ങ് വേവിച്ചെടുത്താണ് കേട്ടോ. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാള വേണമെങ്കിൽ വലിയ സവാളയും ചെറുതായി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ്. നമ്മളിതിൽ പച്ചമുളകും കൂടെ കട്ട് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാതും നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ബ്രെഡ് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഒന്ന് കുഴച്ച് നോക്കുക. എല്ലാം ഒന്ന് പാകമായി സെറ്റായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബ്രെഡ് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതിനെ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിലേക്ക് ലേശം ഓയിലോ വെളിച്ചെണ്ണയോ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോ ഷേപ്പ് ആക്കി എടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കുക. റോള് ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക, അല്ലെങ്കിൽ ബോൾസിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കുക. കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് വേണം ഒരു ഷേപ്പ് ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ തന്നെ ഇതുപോലെ ഒരു നീളത്തിലുള്ള ഒരു ഷേപ്പാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോഴിമുട്ടയും കുറച്ച് ബ്രെഡ് പൊടിയാണ് കേട്ടോ. കോഴിമുട്ടയിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ റോളാക്കി എടുത്തത് കോഴിമുട്ടയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം നല്ലപോലെ തന്നെ ബ്രെഡ് പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ബ്രെഡ് പൊടി എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കിട്ടണം കേട്ടോ. ഇതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. എണ്ണ നല്ലപോലെ തന്നെ ചൂടാവാൻ വേണ്ടി വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഹൈ ഫ്ലെയിം ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് ഓരോ സൈഡും വെന്ത് വരുമ്പോൾ ഇതുപോലെ തിരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നല്ലപോലെ തന്നെ മൊരിഞ്ഞ് വന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കേക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴോ കുട്ടികൾക്ക് സ്കൂൾ വിട്ട് വരുന്ന ടൈമിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.